സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബലരാമനെയും ഭാഗ്യശ്രീയും വീട്ടിൽ നിന്നും മാറ്റിയതിന് ശേഷം നമ്മുടെ സുമിത്രയാണെങ്കിൽ നേരെ മാനസയെ കാണാനായിട്ട് ഒരു ജയിലിലേക്ക് പോകുന്നു. മാനസയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൺമണിയും കൃഷിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പുതിയ ആശയങ്ങളൊന്നും വരുന്നില്ല. അപ്പം സുമിത്രയാണെങ്കിൽ അവളെ കളിയാക്കുന്നുണ്ട്. ആ വരുണിൻ്റെ വാക്ക് കേട്ടിട്ട് നീ അല്ലാതെ മറ്റാരെങ്കിലും ഈ മയക്കുമരുന്ന് കൊണ്ട് ചെല്ലോ, അവനവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് വേണ്ടേ ആരെ തകർക്കാൻ പോകുന്നതും. ആൻറ്റി എന്താ എന്നെ കളിയാക്കാൻ വന്നതാണോ? കളിയാക്കിയതല്ല, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. നിന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. മാത്രമല്ല നീ പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ആ വരുണിനെയും ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്നും ബലരാമനെയും കൊണ്ട് മാനസയുമായുള്ള വിവാഹം നടത്തിക്കൂ എന്നൊക്കെ പറയുമ്പം ശരിക്കും മാനസയ്ക്ക് ചിരിയാണ് വരുന്നത്. ആൻറ്റി ചുമ്മാ എന്നെ കളിയാക്കാൻ വന്നതല്ല, ഇത് കളി പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എൻ്റെ നിൻ്റെ ആജന്മ ശത്രു കൺമണിയാണ്. കൺമണിയെ തകർക്കണമെങ്കിൽ നീ ഉറപ്പായിട്ടും സാഗറിൻ്റെ വീട്ടിൽ കയറി പറ്റൂ. ബലരാമൻ്റെ ഭാര്യയായി നീ അകത്തേക്ക് ചെല്ലുമ്പോൾ നിന്നെ ആർക്കും തടയിടാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് നിൻ്റെയും ബലരാമൻ്റെയും വിവാഹം ഞാനായിട്ട് നടത്തി തരും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മാനസയ്ക്ക് സന്തോഷമാകുന്നു. മാത്രമല്ല മാനസയ്ക്ക് മറ്റൊരു വാക്കും കൊടുക്കുന്നു. അമ്മയും അച്ഛനും ഇതുവരെ തന്നെ കാണാൻ വന്നില്ലെന്ന് വിഷമം പറയുമ്പോൾ സുമിത്ര പറയുന്നു, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ തിരക്കി വന്നിരിക്കും. നിൻ്റെ അച്ഛനായിട്ട് തന്നെയായിരിക്കും നിനക്ക് ജാമ്യം എടുക്കുന്നത്. അധികം താമസിക്കാതെ നിന്നെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ മാനസയുടെ അമ്മ ഹേമയെ കാണാൻ പോകുന്നു. മാനസയുടെ അമ്മയ്ക്ക് ഇപ്പോഴും മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിനാണ് കൺമണിയും കൃഷും മയക്കുമരുന്ന് കേസിൽ മാനസയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് തൊട്ടു പിന്നാലെ അവരെ ചെന്ന് കണ്ട് മാനസയ്ക്കെതിരെ മൊഴി കൊടുക്കരുതെന്ന് പറഞ്ഞതുപോലും. എന്നാൽ ജയമോഹൻ ഇപ്പോൾ അങ്ങനെയൊന്നും താല്പര്യമില്ല. സുമിത്രയുടെ വർത്തമാനത്തിൽ ശരിക്കും അവർ വീണ്ടും വീഴുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും സുമിത്ര തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഹേമയ്ക്ക്. ഹേമയ്ക്കാണെങ്കിൽ മനസ്സിലാകുന്നില്ല. വ്യക്തമാക്കി പറയുമ്പോൾ ബലരാമൻ്റെ വളർത്തമ്മയാണെന്ന് പറയുന്നതും ഹേമയ്ക്ക് ആളെ മനസ്സിലാകുന്നു. അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ താനൊരു തീർത്ഥാടനത്തിലായിരുന്നു എന്നും പോയി വരുമ്പോഴത്തേക്കും പ്രസാദം കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു മാനസയ്ക്ക്. വന്നതിന് ശേഷമാണ് അറിയുന്നത് മാനസ ഇതുപോലെ കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടക്കുവാണെന്ന്. ഞാൻ പ്രസാദം ജയിലിൽ കൊണ്ടുപോയി കൊടുത്തെങ്കിലും മാനസ അത് വാങ്ങിയില്ല. അച്ഛനും അമ്മയും പോലും ഇതുവരെ തന്നെ മനസ്സിലാക്കുകയോ കാണാൻ വരികയോ ചെയ്തില്ലെന്നുള്ള വിഷമത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ഹേമയ്ക്ക് ശരിക്കും മനസ്സലിയുന്നുണ്ട്. അങ്ങനെ ഹേമയെ ഒരു വിധത്തിൽ തൻ്റെ പക്കലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ സുമിത്ര. കൺമണിയും കൃഷും നേരെ കൺമണിയുടെ വീട്ടിൽ വന്ന് എല്ലാവരോടും സംസാരിച്ച് ആ മാരേജ് ലെറ്ററൊക്കെ കണ്ട് ഗണപതിയുടെ മുമ്പിൽ വെച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മുടെ കൃഷാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സുജി സാഗറിന് കോഫി കൊണ്ട് കൊടുക്കുന്നു. ആ സമയം എല്ലാം സാഗർ ഒരാളെ തന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആരെയാണെന്ന് ചോദിക്കുമ്പം സുജിയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അവളോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കൃഷിനെ കണ്ടതും സാഗറിനും സുജിക്കും ഭയങ്കര സന്തോഷമാകുന്നു. നീ എപ്പോൾ വന്നു മോനെ? കൺമണിയെ നേരെ വീട്ടിലാക്കിയെന്നൊക്കെ പറയുന്നു. കൃഷിനും കൂടി ഒരു കോഫി എടുക്കാൻ സാഗർ പറഞ്ഞ് സുജിയെ പറഞ്ഞയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൃഷി പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചു. എന്തായാലും ആ മാനസ ജയിലിലാണ്. മാത്രമല്ല നമ്മുടെ ശത്രുക്കളായ വരുണും അനിരുദ്ധും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച്. പിന്നെ അച്ഛൻ്റെ മുഖത്ത് എന്താ ഈ ടെൻഷൻ എന്ന് ചോദിച്ചിട്ട് കൃഷി അങ്ങ് പോകുന്ന സമയത്ത് സാഗർ പറയുന്നു, പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഇതുവരെ ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അത് കേട്ടതും നമ്മുടെ കൃഷിയാണെങ്കിൽ ബലരാമനെ വിളിച്ചു നോക്കുന്നു. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന സുജി ചോദിക്കുന്നു, എൻ്റെ മകൻ എന്താ പറ്റിയത്? നീ ടെൻഷനൊന്നും അടിക്കണ്ട, ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നു. കോൾ ചെയ്തിട്ടും കിട്ടാത്തതിനെ തുടർന്ന് വേഷം പോലും മാറാതെ നമ്മുടെ കൃഷിയാണെങ്കിൽ നേരെ ബലരാമൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് നോക്കുന്നു. തൊട്ട് പിന്നാലെ സുമിത്രയെ അങ്ങോട്ടേക്ക് വരുന്നു. ഈ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ബലരാമൻ പറഞ്ഞിരുന്നു തൻ്റെ ജീവന് തന്നെ അപകടം പറ്റുമോ എന്നുള്ളൊരു ഭയമുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനെ അമ്മയെ നീ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം ഇപ്പം മനസ്സിൽ തെളിയുന്നുണ്ട്. എന്തായാലും എൻ്റെ ചേട്ടനെ കാണാതായതിൻ്റെ പിന്നിൽ നിങ്ങളാണ് കളിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഭാഗ്യശ്രീയും ബലരാമനെയും നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. വെല്ലുവിളിച്ച് കൃഷി പോകുമ്പം സുമിത്രയുടെ മുഖത്ത് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. കൃഷി വിചാരിച്ചതുപോലൊന്നും നടക്കില്ല, താൻ വിചാരിച്ചത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ള ഒരു അഹങ്കാരമാണ് സുമിത്രയുടെ മുഖത്ത്. അതേസമയം നമ്മുടെ ദേവ്ജിയെ കാണാനായിട്ട് കൺമണി വന്ന് കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുമ്പം ദേവ്ജി ആണെങ്കിൽ കൺമണിക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ശത്രുക്കൾ ആരും നിസാരരല്ല, അവർ ജയിലിൽ കിടക്കുന്നെന്ന് വിചാരിച്ച് നമ്മളെ വെറുതെ വിടുമെന്നും കരുതുകയേ വേണ്ട. അവരേത് രൂപത്തിലും നമ്മളെ തകർക്കാൻ ശ്രമിച്ചെന്ന് വരാം, അതുകൊണ്ട് സൂക്ഷിക്കണം.
അപ്പോൾ ബലരാമനെ കാണാനില്ല എന്നുള്ള കാര്യവും മിക്കവാറും ദേവ്ജി കൺമണിയോട് തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം എന്താകുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.